Good afternoon to all. Good afternoon to ma'am. Good afternoon. Good afternoon, ma'am. Okay, start with prayer, thought of the day, and signing. Ma'am, prayer ചൊല്ലട്ടെ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദത്തിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങ. വിജ്ഞാനമേകും നിറകതോക, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. ഓക്കെ മാം. Okay, Manju, and then Sign in. okay, ആരാ sign in പറയാം? ഞാൻ പറയാം മിസ്സേ. Okay. I would like to extend a warm welcome to Ashwati Miss, who has come to take today's class, and to all the friends who have joined us. Thank you. Okay, and then Thought for the day. The struggle you are in today is developing the strength you need tomorrow. I repeat, the struggle you are in today is developing the strength you need tomorrow. Thank you. yeah. Okay, then how are you all? Have you had your lunch? Active ആണ് എല്ലാവരും. Okay. അപ്പൊ നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞല്ലോ അല്ലെ? ഇനിയിപ്പോ ആരും ക്ലാസ് എടുക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാം കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ? ആസ് എ ടീച്ചറായിട്ട് ഒന്ന് ക്ലാസ് എടുക്കാൻ പറ്റി. അപ്പൊ അതിന്റെ ഒരു എല്ലാവരും ക്ലാസ് കണ്ടോ? നല്ല ക്ലാസ് എല്ലാവരും കണ്ടോ? എന്ത് പറ്റി? എന്താണ് ക്ലാസ് കാണാഞ്ഞേ? ചുമ്മാ ഒന്ന് കണ്ടു നോക്കായിരുന്നില്ലേ? നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് നമ്മൾ എങ്ങനെയാ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് കുറച്ചുകൂടെ എന്തോ ബോറായിരിക്കും. ഞാൻ കണ്ടില്ല. അങ്ങനെയൊന്നുമില്ലാന്നേ, കാണാം. ഓക്കെ, കാണുമ്പോ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് ഏതൊക്കെ പോർഷൻസ് നമ്മൾ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് ക്ലിയർ ആവും. അതുകൊണ്ട് കാണാം കേട്ടോ, കാണണം എന്തായാലും. ഓക്കെ, പിന്നെ എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുത്തു. എനിക്ക് ആരെയും പർട്ടിക്കുലർ ആയിട്ട് പറയാനൊന്നുമില്ല. എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും ശ്രമിച്ചാൽ. ഓക്കെ, നിങ്ങളുടെ എന്താണ് ഈഗോസ്, അങ്ങനത്തെ കുറച്ച് കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ, ഒരു പേടി, ടെൻഷൻ ഇതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. ഇത് ഷുവറാണ്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ആ ഒരു സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിലും ഇതുപോലെ പ്രസന്റേഷനും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? എന്താ ഡൗട്ട്സ് എന്താണ്? പറയൂ. മാമ അതല്ല ഒന്നുകൂടെ പറയാം. അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വേർബ്. ഓക്കെ, അത് രണ്ടും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നൗണിലേക്ക് ഞാൻ പോകുന്നില്ല. നൗണിലേക്ക് പോയി കഴിഞ്ഞാല് അത് ശരിയാവില്ല. കാരണം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഞാൻ പഠിപ്പിച്ച എല്ലാ സ്റ്റുഡൻസും അത് കൺഫ്യൂഷൻ ആയിട്ടേ വന്നിട്ടുള്ളൂ, ക്ലിയർ ആയിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, അത് അത്രയും അഡ്ജക്റ്റീവിനെ ആഡ്വേർബിനെ അപേക്ഷിച്ച് അത്രയും ഇമ്പോർട്ടന്റും അല്ല. ഓക്കെ, അതുകൊണ്ട് രണ്ടെണ്ണം മാത്രം നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഞാൻ എക്സാമ്പിൾസ് എഴുതുന്നുണ്ടായിരുന്നോ ക്ലാസ്സിൽ? അഡ്ജക്റ്റീവ് ആഡ്വേർബിന്റെ എക്സാമ്പിൾസ് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? യെസ് ഓർ നോ? ക്ലാസ് ഒന്നുകൂടെ പറഞ്ഞു തരുമ്പോ ഈ മൂന്നും കൂടെ
കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടേബിൾ പോലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഇപ്പോൾ നൗണ് നൺ ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, അങ്ങനെ അഡ്വർബ് അങ്ങനെ ഒരേ ഉദാഹരണം വെച്ചിട്ട് എങ്ങനെയൊക്കെ മൂന്നും മാറും എന്നുള്ളത് അപ്പൊ പെട്ടെന്ന് ക്ലിയർ ആവും. അങ്ങനെ കമ്പയർ ചെയ്താണ്ട് പഠിക്കുന്നേ. നോക്കുന്നത് അഡ്ജക്റ്റീവും ആഡ്വേർബും ആണ് കേട്ടോ. ഓക്കെ, അഡ്ജക്റ്റീവ് ജസ്റ്റ് സിമ്പിൾ ചെയ്ത് പറഞ്ഞുതരാം. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയാകാം, അനിമൽ ആകാം, തിങ്സ് ആകാം, എന്തും ആകാം. ഓക്കെ, അപ്പൊ അതിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഷീ ഈസ് എ സ്മാർട്ട് ഗേൾ, അല്ലെങ്കിൽ ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ സിംഗർ. ഓക്കെ, അവൾ നല്ലൊരു സിംഗർ ആണ്, അവള് സ്മാർട്ട് ആണ് എന്നൊക്കെ പറയുന്ന അവളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തതാണ് ഈ സ്മാർട്ട്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് അഡ്ജക്റ്റീവ്. Adjective is a word that modifies a noun or pronoun. Okay, noun is pronoun. അറിയാലോ. ഇനി phrase എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ് വരുമ്പോഴാണ് അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആകുന്നത്. ഫ്രേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ വാക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ, ക്ലിയർ? രണ്ടും ക്ലിയർ ആയോ? എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാവേ. ക്ലിയർ ആയോ? ഇനിയിപ്പോ ആഡ്വേർബിലേക്ക് വരാനാണെങ്കിൽ ക്ലോസ് ഞാൻ പറയാം കേട്ടോ. ആഡ്വേർബിലേക്ക് വരാനാണെങ്കിൽ നമ്മളിപ്പോ ഒരു വ്യക്തിയെ കുറിച്ചും ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി അത് ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ട് വേണമെങ്കിൽ പറയാം. എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറിച്ചായിരിക്കും പറയാം. ഞാൻ ചോദിക്കുകയാണ്, അടുത്ത ചോദ്യം എന്റെ ടീച്ചിങ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്റെ ടീച്ചിങ്ങിനെ കുറിച്ചായിരിക്കും. അതായത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നിങ്ങൾ പറയുക. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് വേർഡ്സ് വെച്ചിട്ട് മോഡിഫൈ ചെയ്ത് പറയുമ്പോൾ അത് ആഡ്വേർബായി. വെർബിനെ മോഡിഫൈ ചെയ്താൽ അത് ആഡ്വേർബായി. സെയിം തന്നെ ഫ്രേസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ആഡ്വേർബ്സ് വരുമ്പോഴാണ് അത് ആഡ്വേർബ് ഫ്രേസ് ആകുക. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടും ക്ലിയർ ആയോ? ഇനി ക്ലോസിലേക്ക് വരാനാണെങ്കിൽ ആദ്യം ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാകും. സെന്റൻസ് തരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അത് ഫസ്റ്റ് അഡ്ജക്റ്റീവ് ആണോ ആഡ്വേർബ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യും. ആ സെന്റൻസിൽ പറയുന്നത് നൗണിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ ആ നൗൺ ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടാണോ പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. മീനിങ് മനസ്സിലാക്കണം. വെർബിനെ കുറിച്ചാണോ അല്ലെങ്കിൽ നൗണിനെ കുറിച്ചാണോ പറയുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ സെക്കൻഡ് നോക്കേണ്ടത് അത് ഫ്രേസ് ആണോ, മോഡിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. അപ്പൊ നോക്കുമ്പോൾ മോഡിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താണ്? ഫ്രേസ് അല്ല. പിന്നെ എന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. പിന്നെ നോക്കേണ്ട ഒരു കാര്യം റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടുണ്ടോ. റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസും, സബോർഡിനേറ്റ് കൺജക്ഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ്വേർബ് ക്ലോസും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കേട്ടോ. നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. She had a smile as bright as the sun. She had a smile as bright as the sun. എന്താണ് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് തോന്നുമല്ലോ അത് അഡ്ജക്റ്റീവ് ആണോ അല്ലെങ്കിൽ ആഡ്വേർബ് ആണോ ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്താണെങ്കിലും ആൻസർ പറയൂ കേട്ടോ. She had a smile as bright as the sun. അഡ്വർബ് അല്ലേ? അഡ്വർബ് എന്താണ്? അഡ്വർബ് ക്ലോസ് അല്ലേ? ഫ്രേസ് അല്ലേ മാം? അഡ്വർബ് നോ മാം, ഫ്രേസ് അഡ്വർബ് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അഡ്വർബിയൽ ഫ്രേസ് അല്ലേ മാം? അവിടെ ഒരാളെ പറ്റിയിട്ടല്ലേ പറയുന്നത്? ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ?
സ്മൈലിനെ കുറിച്ചല്ലേ പറയുന്നത് ഇവിടെ? ഒരു തീരുമാനത്തിലെത്തി എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തേ, എന്നിട്ട് പറയൂ. ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ വെക്കാത്തത് കൊണ്ട് ഫ്രേസ്, അഡ്വർബിയൽ ഫ്രേസ്. ഓക്കെ, അതിന്റെ മീനിങ് എന്താണ്? മീനിങ് ഒന്ന് പറഞ്ഞേ. അവളുടെ സ്മൈൽ സൂര്യന്റെ ബ്രൈറ്റ്നെസ് പോലെയാണ്. സൂര്യന്റെ അത്ര തന്നെ ബ്രൈറ്റ് ആണ് അവളുടെ സ്മൈൽ. അപ്പൊ മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അവൾക്ക് സൂര്യനെ പോലെ ബ്രൈറ്റ് ആയ ഒരു ചിരി ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ എന്താ? Adjective phrase. ചിരിയെ കുറിച്ചല്ല അവൾ പറഞ്ഞത്. അവളുടെ ചിരി, അവൾക്ക് അങ്ങനെ ഒരു ചിരി ഉണ്ട് എന്നാ പറയുന്നത്. അവളെയാണ് അവിടെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ് ഫ്രേസ് മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ് അറിയാൻ പറ്റണം. ഓക്കെ, നമുക്ക് കുറച്ച് ടെൻസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ക്ലിയർ ആകും. ഓക്കെ, നെക്സ്റ്റ് he's a highly skilled musician. He's a highly skilled musician. പറയൂ. അഡ്വർബിയൽ ഫ്രേസ് ആണോ? മീനിങ് എന്ന് പറഞ്ഞേ. Adjective phrase. അവനെ കുറിച്ചല്ലേ പറയുന്നത്? അവൻ ഒരു ഹൈലി സ്കിൽഡ് മ്യൂസീഷ്യൻ ആണ് എന്നല്ലേ പറയുന്നത്? അപ്പൊ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് വരുന്നുണ്ട് അവിടെ. അപ്പോ അഡ്ജക്റ്റീവ് ഫ്രേസ്. Yeah, it's an adjective phrase. Reason അതിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? Because of the sentence modifies a noun. No, a pronoun. He. അല്ലെ? Pronoun മോഡിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചൊരു എളുപ്പമാണ് കേട്ടോ. ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചൊരു ഈസി ആയിരിക്കും. നെക്സ്റ്റ്, make your voice low in the hospital. Make your voice low in the hospital. പറയാ, മീനിങ് എന്ന് പറഞ്ഞേ. Make your voice low in the hospital. ഹോസ്പിറ്റലിൽ നിന്റെ ശബ്ദം കുറയ്ക്കുക. Yeah. നിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കുക അല്ലെ? ഹോസ്പിറ്റലിൽ നിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കുക. Make your voice low in the hospital. സൗണ്ട് കുറയ്ക്കുക എന്നാണ് പറയുന്നത്. സൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ സൗണ്ട് കുറയ്ക്കുക. അപ്പോ it's a adverb phrase. Clear? Next up.
The cake that she bought was delicious. The cake that she bought was delicious. The cake that she bought was delicious. Adjective clause. Sentence meaning എന്താ? What's the meaning of the sentence? അവൾ വാങ്ങിയ കേക്ക് ഡെലീഷ്യസ് ആണ് അല്ലെ? ആയിരുന്നു എന്നാ പറയുന്നത്. അവൾ വാങ്ങിയ കേക്ക് ഡെലീഷ്യസ് ആയിരുന്നു. അപ്പൊ എന്തിനെ കുറിച്ച് അവിടെ പറയുന്നേ? കേക്കിനെ കുറിച്ച്. കേക്കിനെ കുറിച്ചാണ്. adjective clause. കേക്കിനെ കുറിച്ചാണ്. അപ്പൊ നൗണിനെ കുറിച്ചാണ് മനസ്സിലായി. പിന്നെ നോക്കുക, പ്രൈസ് അല്ല, അവിടെ ഒന്നും മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല. ഡെലീഷ്യസ് ഉണ്ട്, ഓക്കെ. പിന്നെ എന്താണ്, അവിടെ ഒരു റിലേറ്റീവ് പ്രോണൗൺ വന്നിട്ടുണ്ട്, ദാറ്റ്. അതുകൊണ്ട് ഇത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് എന്ന് പറയാം. ക്ലിയർ? Then before sunrise he woke up. Before sunrise he woke up. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അവൻ എഴുന്നേൽക്കും എന്നാ പറയുന്നത്. അപ്പൊ adverbial phrase. it's not phrase. The phrase അല്ല. ബിഫോർ എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് കൺജക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് adverbial ക്ലോസ് ആണ്. adverb ക്ലോസ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, റൈറ്റ്? ആണോ? എന്താണെങ്കിലും ഓപ്പൺ ആയിട്ടൊന്ന് പറഞ്ഞേ, അങ്ങനെ തന്നെയാണോ? സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? ഇല്ല. അതാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾക്ക് ആഡ്വർബ് മനസ്സിലാവാനിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ചാപ്റ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്. ക്ലിയർ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണോ അല്ലയോ? അതെ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ടെൻസ് എല്ലാം എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, എക്സാമിന് മുൻപായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. ഒരേതോ അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അതാണ് പ്രശ്നം. നിങ്ങൾക്ക് അതിന്റെ മീനിങ് കിട്ടുന്നില്ല. ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രോണൗൺ, ഏതൊക്കെയാണ് സബോർഡിനേറ്റ് കൺജക്ഷൻ, എന്താണ് ആ മീനിങ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ടെൻസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇതെല്ലാം ക്ലിയർ ആകും. എല്ലാ സെന്റൻസിന്റെയും മീനിങ് നിങ്ങൾ പറയും. ഓക്കെ. അപ്പോ ഞാൻ ഇതിന് മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നോ? മോക്ക് ടെസ്റ്റ് വന്നോ? അഡ്ജക്റ്റീവ്സിന്റെ തന്നിരുന്നു. ക്ലോസും ഫ്രേസും ബാഡ് വെർബ് മാത്രം തരാം. നൗണിന് വേണോ? നൗണിന് വേണ്ട. വേണോ? ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, ഇമ്പോർട്ടന്റ് അല്ല. വേണമെങ്കിൽ ഞാൻ മോക്ക് ടെസ്റ്റ് തരാം, വേണമെങ്കിൽ വേണ്ട. മോക്ക് ടെസ്റ്റ് തരും. അപ്പൊ നൗണും ആഡ്വർബും മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ വിടുകയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ടെൻസ് എല്ലാം എടുത്തതിന് ശേഷം ബാക്ക് ടു ഈ ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഞാൻ മറന്നു പോകും, അത് വേറെ കാര്യം. നിങ്ങൾ ഓർമ്മിപ്പിക്കണം. എന്തായാലും നമുക്ക് എക്സാമിക്ക് ആകും ഒന്ന് റിവിഷൻ ചെയ്യും. ആ ടൈമിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയാലോ? ഇനി നെക്സ്റ്റ് പ്രപ്പോസിഷൻ. ഇനി അടുത്തത് പ്രപ്പോസിഷനിലാണ് കണ്ടു പോകുന്നത്. ഓക്കെ, പ്രപ്പോസിഷൻ ആണ്. നമ്മളിപ്പോ നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, ഇത്രയും ചാപ്റ്റേഴ്സ്, നൗൺ ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പോകുന്ന പ്രപ്പോസിഷനിലേക്കാണ്. പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെൻസിലേക്ക് പോവാം. ഓക്കെ, അതിനു മുൻപ് ഞാൻ വെർബിന്റെ ചാപ്റ്റർ എടുത്തപ്പോ കുറച്ച് വെർബിന്റെ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നോ? നോട്ട്സ് എഴുതിയോ നിങ്ങള്?
V1, V2, V3 ഫോംസ് വെർബിന്റെ കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ ഇനി പ്രിപ്പോസിഷനിലേക്ക് പോവാട്ടോ. നോട്ട്ബുക്ക് എടുക്കാം, പ്രിപ്പോസിഷൻ ഹെഡിങ് കൊടുക്കാം. ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്, ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇപ്പൊ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ, the most common prepositions are the following ones: about, across, after, against. ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതൊന്നും പറയുന്നില്ല ക്ലാസ്സിൽ. ഓക്കെ, കാരണം പറയാനാണെങ്കിൽ ഒരുപാട് ക്ലാസ് വേണം. നമുക്കിവിടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ട്, അത് മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഏതെങ്കിലും പ്രിപ്പോസിഷൻ നിങ്ങൾക്ക് അറിയണം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് പറഞ്ഞുതരാം. അതർവൈസ് ഞാൻ ഇത്രയും പ്രിപ്പോസിഷൻസ് മാത്രമേ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ എന്താണ്? ഒരു ലിങ്കിങ് ബോർഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ കണക്റ്റിംഗ് ബോർഡ് ആണെന്ന് പറയാം, എന്താണെന്ന് പറയാം. ഒരു ബോർഡിനെ മറ്റൊരു ബോർഡായിട്ട് ലിങ്ക് ചെയ്യുന്നതാണെന്നും പറയാം. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായോ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രപ്പോസിഷന്. നമ്മുടെ സെന്റൻസില് പ്രപ്പോസിഷൻസ് മിസ്റ്റേക്ക് വന്നാലും മീനിങ് തന്നെ മാറിപ്പോ. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനിങ് കിട്ടണമെന്നില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പഠിക്കണം, മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. ഓക്കെ, the first preposition is at. നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. അച്ഛൻ നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യാം? കോമൺ ആയിട്ട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യും. കോമൺ ഏതാണ്? നമുക്ക് അച്ചെടുക്കണ്ട, ഇൻ പറയട്ടെ. ഇൻ പറയാം. കാരണം ഈ ഇൻ ഓൺ അറ്റ് ഇത് മൂന്നും കണക്റ്റഡ് ആണ്, അത് കണക്ട് ചെയ്ത് തന്നെ പറയേണ്ടതാണ്. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഇൻ എടുക്കാം. ഇൻ. ഓക്കെ, ഇൻ ആണ് കേട്ടോ, ഇൻ പ്രപ്പോസിഷൻ ആണ്. ഇൻ എവിടേക്കാ യൂസ് ചെയ്യാ? പറഞ്ഞേ. സമയത്തിനെ കാലത്തിനെയൊക്കെ കാണിക്കാൻ. പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഞാൻ പറയുന്ന ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം. പ്ലേസ്, മന്ത്, ഇയർ, വീക്ക്. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. വീക്ക്, season, morning, afternoon, evening, and close the space. Small vehicle. ഇത്രയും പ്ലേസസിലാണ് നമ്മൾ ഇൻ പ്രപ്പോസിഷൻ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുക. എല്ലാം പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എല്ലാം പറയാൻ അത് എന്താണ് എവിടേക്ക് കറക്റ്റ് യൂസ് ചെയ്യും എല്ലാം പറയുന്നത് കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി ആണ്. നമുക്ക് ബേസിക്കലി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എവിടേക്ക് ബിഗിനേഴ്സ് ആസ് എ ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും പ്ലേസസിൽ ഇനി യൂസ് ചെയ്യാം എന്ന് മാത്രം പഠിക്കുക. ഒരുപാട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റെഫർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻ എവിടേക്കാണ് നമ്മള് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് കേട്ടോ? പ്ലേസ്, മന്ത്, ഇയർ, വീക്ക്, സീസൺ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, എൻക്ലോസ് സ്പേസ്, സ്മോൾ വെഹിക്കിൾ. ഇതിലൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കുറെയൊക്കെ നമുക്ക് പ്രപ്പോസിഷൻ അറിയാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട്. എവിടെയൊക്കെ ഏതൊക്കെ യൂസ് ചെയ്യണം എന്ന് ഇതുവരെ നമുക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ റൂൾസ് വൈസ് പഠിക്കുകയാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആണ്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ തന്നെ കറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. ഓക്കെ,
ഫസ്റ്റ് പ്ലേസ് ആണ് അല്ലെ. പ്ലേസ് നമ്മള് നിങ്ങളിപ്പോ എവിടെയാണെന്ന് ചോദിക്കുക, നിങ്ങൾക്ക് പറയാം അല്ലെ. ഐ മീൻ എറണാകുളം, ഞാൻ എറണാകുളത്താണ് എന്ന് പറയാം. ഞാൻ എറണാകുളത്താണ്, ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പൊ എറണാകുളം, live in എറണാകുളം. He lives in France എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്ലേസ് വരുമ്പോൾ നമുക്ക് ഇൻ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം, മസ്റ്റ് ആണ്, ചെയ്തേ പറ്റും. അപ്പൊ അവിടെ he lives on എറണാകുളം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഓൺ അല്ല അവിടെ വരേണ്ടത് അല്ലെ, ഇന്നയാണ്. അപ്പോ he lives in France. He lives in France. I live in Kollam. Okay, clear? അപ്പോ പ്ലേസ് ഇങ്ങനെയാണ് പറയുന്നത്. പ്ലേസിന് മുൻപിൽ നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം. ഈ നെക്സ്റ്റ് ഏതാണ്? മന്ത് ആണ്. ഇനിയിപ്പോ മന്ത് പറയുമ്പോഴാണെങ്കിലോ I was born in January അല്ലേ. I was born in January അല്ലെ. I was born in January. Born in അല്ലെ, മന്ത് ആയതുകൊണ്ട് ഇൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇയർ ആണെങ്കിലോ ഇയർ ഒന്നും കൂടെ പറയാൻ പറ്റും. അപ്പോ I joined this company in 2014. ഇങ്ങനെയും പറയാം. ഇയർ വന്നാല് മന്ത് വന്നാല് എന്താണ്, ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. Then we will meet in 2 weeks. We will meet in 2 weeks. രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മീറ്റ് ചെയ്യാം എന്നാ പറയുന്നത്. അപ്പൊ വീക്സ് ആണെങ്കിലും മന്ത് ആണെങ്കിലും ഇയർ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഇൻ ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? സീസൺ. സീസൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സീസൺ ഏതൊക്കെയാണ്? വിന്റർ, ഓട്ടം, മൺസൂൺ, സമ്മർ അല്ലെ. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ we use umbrella in എപ്പോഴാണ് യൂസ് ചെയ്യുക? Monsoon. Monsoon or rainy season അല്ലെ. We use umbrellas in rainy season. Rainy seasonലാണ് നമ്മൾ umbrellas യൂസ് ചെയ്യുന്നത്. We use umbrella in rainy season. And we wear cotton clothes in summer. We wear cotton clothes in summer. Wear spelling mistake ആണ്. WEAR ആണ് ട്ടോ. Sorry. We wear cotton clothes in summer. സമ്മറിലാണ് നമ്മൾ കോട്ടൺ ഡ്രസ് ധരിക്കുക. അപ്പോ സീസൺസ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രപ്പോസിഷൻ ഇൻ ആണ്. ഇനി മോർണിംഗ് അല്ലെ. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് അല്ലെ നമ്മൾ പറയാ. അങ്ങനെ തന്നെ പറയണം കേട്ടോ. യൂഷ്വലി I usually go for a walk in the morning. അതുപോലെ തന്നെയാണ് in the evening, in the afternoon എന്നൊക്കെ പറയാം.
She wakes up early in the morning. She wakes up early in the morning. ഇനി എന്താണ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് കിട്ടി. ഇനി എൻക്ലോസ് സ്പേസ്, ഒരു അടഞ്ഞ പ്ലേസ് ആണ് അല്ലെ. എൻക്ലോസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഉള്ളി എന്നൊരു മീനിങ് ആണ് ഇവിടെ വരാട്ടോ. The apples are in the fridge. The apples are in the fridge. ആപ്പിൾ എവിടെയാണ്? ഫ്രിഡ്ജിലാണ്. ആപ്പിൾസ് are in the fridge. ആപ്പിള് ഫ്രിഡ്ജിലാണ്, ഫ്രിഡ്ജിനുള്ളിലാണ് എന്നൊരു മീനിങ് ആണ് കേട്ടോ. Then the pen is in my pocket. The pen is my pocket. The pen is in my pocket. എന്താണ്? പെൻ എന്റെ പോക്കറ്റിലാണ്. അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ്ങിലാണ് ഇവിടെ സ്പേസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. Then small vehicle. Small vehicle means കാർ, ഓട്ടോറിക്ഷ എന്നൊക്കെ പറയുന്ന നമുക്ക് നടക്കാനോ നിൽക്കാനോ പറ്റാത്ത സ്മോൾ വെഹിക്കിൾസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോ അത് ആ സ്മോൾ വെഹിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ഇൻ യൂസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ കാറിലാണ് എന്ന് പറയില്ലേ, ഞാൻ കാറിലാണ്. അപ്പൊ ഐ ആം ഇൻ ദ കാർ, ഞാൻ കാറിലാണ്. ഐ ആം ഇൻ ദ കാർ. മൈ കീസ് മാം, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പം സ്മോൾ വെഹിക്കിൾസിന് വേണ്ടി ഇൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സെന്റൻസ് ഫ്രേസ് ചെയ്യുമ്പോൾ നമ്മൾ അതല്ലേ പറയുന്നത്, ഐ എം ഇൻ ദി ബസ്, ഇല്ലെങ്കിൽ ഐ എം ഇൻ ദി ട്രെയിൻ. മിസ്റ്റേക്ക് ആണത്, തെറ്റാണ് കേട്ടോ. നമുക്കറിയാതെ I forgot my phone in the car. അപ്പൊ സ്മോൾ വെഹിക്കിൾസ് പറയുമ്പോൾ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്, മസ്റ്റ് ആണ് കേട്ടോ, തെറ്റിക്കാൻ പാടില്ല. അപ്പോ ഇപ്പോ സുബി ചോദിച്ച പോലെ ഐ ആം ഇൻ ദ ബസ് എന്ന് പറഞ്ഞിരുന്നാണ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഓക്കെ, അവിടെ യൂസ് ചെയ്യേണ്ടത് ഇൻ പ്രപ്പോസിഷൻ അല്ല. I'm in the bus, I'm in the train. It's not correct. Okay, so അത് ഞാൻ വേറെ പ്രപ്പോസിഷൻ പറയുമ്പോൾ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇൻ ഫോക്കസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ പ്രപ്പോസിഷൻസ് തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരെണ്ണം പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇൻ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ? ഇത് എന്തായാലും പഠിച്ചേ പറ്റും. ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ പാടില്ല. ഇത് ഒരു ബിഗിനേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും അപ്പൊ കാറിലാണ് ട്രാവൽ ചെയ്യുന്നത്, ഞാൻ വരുന്നത് കാറിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. അല്ല, അവിടെയും ഇന്നല്ല യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതും വേറെ പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ അല്ലാതെ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് പ്രപ്പോസിഷൻ ആകുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് വരും. ബസ്സിന്റെ ആദ്യം ഡൗട്ട് വന്നു, ട്രാവലിന്റെ ആദ്യം ഡൗട്ട് വരും. ഓക്കെ, ഇനിയിപ്പോ ഡേയും ഡേറ്റും വരും, ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇയറും മന്തും പറഞ്ഞു, ഇനി ഡേയും ഡേറ്റും ഉണ്ട്, അതവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇതൊക്കെ ഡൗട്ട്സ് നോർമലി വരുന്നതാണ്. ഇതെല്ലാം പ്രപ്പോസിഷനും എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇന്ന ഓക്കെ ആണോ? ഒരു കാര്യം ചെയ്യൂ കേട്ടോ, ഇൻ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ടെൻസ് വൈസും ഗ്രാമർ വൈസും ഞാൻ മിസ്റ്റേക്സ് നോക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സെന്റൻസ് തന്നെ ടെക്സ്റ്റ് ചെയ്യണം, പക്ഷെ യൂസ് ചെയ്യേണ്ടത് പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ടാണോ എന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് എനിക്ക് അയക്കാട്ടോ. ഓക്കെ, സെന്റൻസ് മിസ്റ്റേക്ക് ഉണ്ടാവും, ഗ്രാമർ മിസ്റ്റേക്സ് വരും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചിട്ട് സെന്റൻസ് ടെക്സ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എല്ലാവരും ചെയ്യണം. ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് എത്ര പോയിന്റ്സ് ഉണ്ടാവും? I think ഒരു 10 എക്സാമ്പിൾസ് എങ്കിലും വേണം. ഓരോ പോയിന്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾസ് എങ്കിലും 10 എക്സാമ്പിൾസ് എന്തായാലും വേണം കേട്ടോ. അപ്പോ 10 എക്സാമ്പിൾസ് ഒരുമിച്ച് ടൈപ്പ് ചെയ്യാം, ദെൻ ടെക്സ്റ്റ് ചെയ്യാം. ഓരോന്ന് ടെക്സ്റ്റ് ചെയ്ത് കേട്ടോ. എനിക്ക് ആരൊക്കെയാണ് ടെക്സ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ 10 എക്സാമ്പിൾ വേണേ. മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഏതെങ്കിലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 10 എക്സാമ്പിൾ വേണം കേട്ടോ. 10 എക്സാമ്പിളും ഒരുമിച്ച് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം. എല്ലാവരും ചെയ്യാൻ ഞാൻ വായിച്ചു നോക്കും. ഓക്കെ, ഓക്കെ ആണോ?
തെറ്റിയാലും കുഴപ്പമില്ല, എനിക്ക് അറിയണം നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ചെയ്യാം, പെട്ടെന്ന് സമയം വേസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാം. എങ്ങും റെഫർ ചെയ്യണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങും സെർച്ച് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ചെയ്യാം കേട്ടോ. So I'm waiting for your examples.
Okay, Vinci, I live in Patambi. He lives in Dubai. I was born in March. I'm in the bike. No. Okay, bike mistake on it. I forgot my bag in the car. The bottle is in my bag. We use sweaters in winter season. Yeah, I wake up daily. I wake up daily early in the morning. I joined this course in July. I usually do exercise in the evening. Yeah. അപ്പൊ ബൈക്ക് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ബൈക്ക് മിസ്റ്റേക്ക് എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാവേ. I live in Goa. I was born in May. I went to Goa in March. That's meet in 2 weeks. We use woolen clothes in winter. Winter. Okay. I used to cook quite early in the morning. The raw special is kept in the book. The dog is in the car. Yeah. Okay. Next one, Maya. I was born December. We are use raincoat in rainy season. I woke up early in the morning. The cat's in the basket. I'm in the motorcycle. She lives in Kallam. Motorcycle mistake on it. Girls in the school. Girls are in the school. Ramo lives in Palakkad. He was born in June. I exam passed in 2010. I usually gone for a temple. In the evening, the girls are in the fridge. Okay. I live in India. I am in the park. She will arrive in the morning. Completed the course in September. We will watch the movie in 2 weeks. Next week, we eat ice cream in summer. The books are in the bag. She missed her bag in the car. Okay. She lives in Mumbai. She was born in 2001. She interested in drawing. Chocolates are in the pocket. I finished work in 2 minutes. There are 2 boys in the class. I read book and I read about it in the newspaper, correct? Then he got married in 2009. Okay. Alfia, I'm living in Trivandrum. I'm born in August. My eldest son born in March. I studied in 2026. We will meet in next week. I will rejoin into 1 week. Go to my house in the morning, and the banana is in the vegetable box. The phone is in my bag. My bag is in the car. My home is Palakkad. I was born in September. I woke up in the morning. It rains in my house. No. Minu lives in Mumbai. His birthday is in December. The shop started in 1996. Meet my friends in 2 weeks. In next week, we wear woolen clothes in winter. I drink coffee in the morning. The vegetables are in the fridge. I'm going to in Australia. No. I'm Australia. But I'm going to Australia. I enjoy listening music in the car. They love in America. I was born in January. The song was popular in 2009. My phone is in the back. They move it here in the summer. I like to have a tea in the evening. I like to have meals in the afternoon. My puppy is in the car. He's in the car. She'll be here in the next week. My daughter was born in February. I'm going in the afternoon. I'm in the bus now. I'm born in July. I'm living in Thrissur. I usually play in the afternoon. My preference is in the house. He has joined work in 2024. Manu lives in Palakkad. She was so reached just now in Kochi. I was born in May. I quit my job in April. I passed out this college in 2019. He will join to this company in 2025. You forgot your pen in last day. We use cold water in rainy season. Cold water. I'm weak daily 6 o'clock in the morning. The vegetables are in the fridge. The umbrella is in my bag. She was in the car. I was forgot my pen in the car. I live in Kannur. I started my job in February. I completed my studies 2016. We will come within 1 week. Within is a preposition. ഒരുമിച്ചാണ് ഏതാ within. അതൊരു preposition തന്നെയാണ്. ഒരുമിച്ച് എഴുതണം കേട്ടോ. With വേറെ in വേറെ. അത് 2 preposition. Within എന്ന് പറയുന്ന ഒറ്റ preposition. We use woolen clothes in winter. I wake up early in the morning. The clothes are in the coat. My bag is in the car. I'm living in Trivandrum. I was born in September. I'm coming in Sunday. Mistake.
We use sweater in winter. I wake up all in the morning. The books are on the table. My kids are in the house. My kids in the scooty. No mistake. ഓക്കെ, അപ്പൊ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കുറെ ഗ്രാമർലി മിസ്റ്റേക്സ് ഉണ്ട്, പിന്നെ പ്രിപ്പോസിഷൻ കുറച്ചൊക്കെ നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതില് ബൈക്ക്, മോട്ടോർ സൈക്കിൾ ഇതൊക്കെ മിസ്റ്റേക്ക് ആണ്. സൺഡേയിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഏകദേശം നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടേക്കാണ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇനി നിത്യ, രാമു lives in Thrissur, Ramu and Jasita were in Maharajas College. The winter came in December. They will meet in 2 weeks, so she will meet him in the next week. My birthday is in January. I usually pray to God in the morning. I make coffee in the morning. Daily I wake up in the morning. My chapel is in the car. The water in the bottle. The cake is in the oven. Okay. I'm in Bangalore for a meeting. The exam will conducted in March. I think the marriage is in the next week. I was born in 1993. The school outbound in rainy season. I must want a cup of tea in the evening. He is in the jeep. I sleep sometimes in the afternoon. Correct. My daughter was born in February. She lives in Bangalore. I'm in a car. I forgot my keys in the home. I usually go to park in the evening. I enjoy listening music while traveling in bus. No. In bus, a correct time. Bus and traveling. Okay. Cotton clothes are best in summer. I live in Idiki. I was born in May. I joined this college in 2025. We use jackets in winter season. We go for a trip in 1 week. The books are in the cupboard. I am going for my dance class in the evening. He lives in home. He lives in Tirur. I was born November. Yeah, correct. Evening. In my pocket, in the bike, mistake on the box in the park in meeting in the morning in October in 2025 with us 11 in December in a taxi. Okay, in Marida in August in rainy season class in the evening. The fishy are in the world. Fishes are on the ship. അയ്യോ, അത് ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയത്. ഫിഷസ് എന്നാ എഴുതിയേക്കണേ. My phone in the train mistake on it. Train and the chair mistake on in August. Okay, in 2023 in Saturday mistake on in summer in the evening in the pouch in my scooty mistake on in the vendor in the hospital in the box. My birthday in December. I'm in a taxi. Okay. In Italy in July in 2025 in week in winter in morning in afternoon in the evening in the shelf in the tray. Okay. And Kochi in February in January in a week in summer in morning in the evening in auto rickshaw in my room. Okay. In November I joined the Google meeting in the online class. Okay. I love my birds. In my love birds. Okay. Winter morning. Yeah. Clear? Okay. Very good. എല്ലാവരും ചെയ്തു. ആദ്യമാണ് ഇത്രയും ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഇത്രയും റെസ്പോൺസ് കിട്ടുന്നത് കേട്ടോ. വെരി ഗുഡ്. കീപ് ഗോയിങ്. അപ്പൊ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും കേട്ടോ. അത് പഠിക്കാത്ത ഇനി മിസ്റ്റേക്ക് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എവിടേക്കാണ് ഇപ്പൊ ഡേ യൂസ് ചെയ്യുമ്പോൾ ഏത് പ്രപ്പോസിഷൻ ആണ്, ബൈക്ക്, ബസ്, അതൊക്കെ എവിടെയാണ്, ഏത് പ്രപ്പോസിഷൻ ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രപ്പോസിഷൻ പഠിക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇതുവരെയും ഓക്കെ ആണ്. പിന്നെ ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. നമുക്ക് ടെൻസ് പഠിക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇതുവരെയും ക്ലാസ് എടുത്തൊക്കെ ഓക്കെ അല്ലേ? ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉള്ളതുണ്ടോ ഇതുവരെ എടുത്തതില്? അതായത് ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതുവരെ എടുത്തതിൽ ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടോ? അഡ്ജക്റ്റീവും ആഡ്വേർബും മാത്രമാണ് ഉള്ളത്. അത് ഡൗട്ട് അല്ല, അത് ക്ലിയർ ആണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റാത്ത എനിക്ക് ബുദ്ധിമുട്ടാണ്. അതർവൈസ് എല്ലാം ഓക്കെ ആണോ? ക്ലാസ് ഓക്കെ ആണോ ഇതുവരെയും? ചില്ലാവും. ഓക്കെ ആണ്. Any suggestions?
സജഷൻസോ ഒപ്പീനിയൻസോ എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്സേ, സ്മാൾ വെഹിക്കിളിന് മുമ്പിലേ ഇൻ ചേർക്കണം എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഈ കാറിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഇൻ ചേർക്കുന്നത്, വേറെ ചേർക്കത്തില്ലേ? കാറല്ലാതെ പിന്നെ ഇതാ ഓട്ടോറിക്ഷ ഉണ്ട്, ജീപ്പ് ഉണ്ട്, പിന്നെ ഇതൊക്കെയാ അങ്ങനെ ചെറിയ ചെറിയ വാഹനങ്ങൾ. ബൈക്ക് പെടില്ല, ബൈക്കും സൈക്കിളും പറ്റില്ല. അത് ചെറിയ വാഹനമാണെങ്കിലും ഞാൻ അത് പറയാം എന്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോ നമുക്ക് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത വാഹനങ്ങൾ എന്നാണ് ചെറുതെന്ന് ഉദ്ദേശിക്കുന്നല്ലോ. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? സജഷൻസോ ഒപ്പീനിയനോ? എന്റെ കാർ എന്ന് പറയുമ്പോ തെറ്റാണോ? നോ, എന്റെ കാർ കറക്റ്റ് ആണ് കേട്ടോ, മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആണ്. മീൻസ് എന്റെ ഐ മിസ് മൈ ഫോൺ ഇൻ ദി ട്രെയിൻ, അത് കറക്റ്റ് ആണോ? അത് തെറ്റാണ്, മിസ്റ്റേക്ക് ആണ്. ട്രെയിൻ വരുമ്പോ ഇന്നല്ല യൂസ് ചെയ്യാം. ട്രെയിനിൽ മിസ് ചെയ്തു എന്ന് പറയുമ്പോ തെറ്റാ. നമുക്ക് അവിടെ പറയാം, നമുക്ക് ഉള്ളിലാണ്, ട്രെയിനകത്ത് നമ്മൾ മിസ് ചെയ്തു എന്ന രീതിയിലാണെങ്കിൽ ഓക്കെയാണ്. അതർവൈസ് നമുക്കത് വേറെ രീതിയിലും പറയാൻ പറ്റും. ഞാനത് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പ്രപ്പോസിഷൻ എടുക്കുമ്പോൾ അത് കൂടെ ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. സോ ഹു ഈസ് ഗോയിങ് ടു സൈൻ ഔട്ട്? സൈൻ ഔട്ട് ചെയ്തിട്ടുള്ള ഇന്നത്തെ ക്ലാസ് എടുത്ത അശ്വതി മിസ്സിന് വളരെ നന്ദി. നമുക്ക് ഇന്ന് എടുത്തിരിക്കുന്ന ക്ലാസ് പ്രൊപ്പോസിഷനും പിന്നെ നമ്മളുടെ ഒരു ഷോർട്ട് പഴയ ക്ലാസിന്റെ തന്നെ ഒരു റിവ്യൂ മാം തന്നു. അതിനുവേണ്ടി താങ്ക് യു. ഓക്കെ, അപ്പോ ചെറിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഞാൻ പറയാവേ. സോ താങ്ക് യു ഓൾ. ഈ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചോളൂ, ആവശ്യം വരും കേട്ടോ. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഒക്കെ ഇതൊക്കെ ക്ലിയർ ആവും, ഓർത്ത് വെക്കുക. സോ താങ്ക് യു ഓൾ. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു.